ഹായ് ഫ്രണ്ട്സ്, നൗഫൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ അറിയാത്തവരായിട്ട് അധികം ആരും തന്നെ ഉണ്ടാവില്ല. കാരണം വളരെ ചുരുങ്ങിയ അളവിൽ തന്നെ ചുരുങ്ങിയ ഒരു ടൈമിൽ തന്നെ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ചാനലാണ് നൗഫലിൻ്റെ ഉമ്മയും മകനും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ. നൗഫലിനെ കുറിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. നൗഫലിനെ കുറിച്ചിട്ട് ഇപ്പോൾ അറിയാം, നമുക്ക് ഈ ഒരു ടൈമിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ നൗഫലിൻ്റെ ഉപ്പ മരണപ്പെട്ടു. ആ ഒരു ടൈമിൽ കുറേ യൂട്യൂബേഴ്സായി നൗഫലിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബ് തുറന്നാൽ കാണാം, ഫുള്ള് നൗഫലിനെ പറ്റിയിട്ടുള്ള നൗഫലിൻ്റെ ഉപ്പ മരിച്ചതിൻ്റെ കാരണം എന്താണ്, അതല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ആളുകളും ഇപ്പോൾ കുറേ ആളുകൾ ഇതിനെ പറ്റിയിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ നൗഫലിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ആ ഒരു ടൈമിൽ തോന്നി എനിക്ക് ചെയ്യേണ്ട, കാരണം അവരുടെ ഉപ്പ മരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒന്നാമത് നൗഫലിനെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നൗഫൽ തന്നെ നൗഫലിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട്. ഉപ്പ ഹോസ്പിറ്റലായത് തൊട്ടിട്ട് ഉപ്പ മരണപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങൾ വരെ, മരണപ്പെട്ടതിന് ശേഷം ഉള്ള വീഡിയോ വരെ നൗഫലിൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇനി നമ്മളായിട്ട് അതിനെക്കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. ഏകദേശം എല്ലാ കാര്യങ്ങളും നൗഫൽ തന്നെ മറ്റുള്ള ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൂടാണ്ട് അവൻ്റെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് കുറേ ആളുകൾ ഈ ഒരു വിഷയം തന്നെ പറഞ്ഞിട്ട് കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നുണ്ട്. കുറേ നല്ലതായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ അത് കൂടാണ്ട് എന്താ പറയുക, നൗഫൽ പറയാത്തയും ചെയ്യാത്തയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഒരുപാട് മോശം തരത്തിലുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് ഇതിനിടയിൽ പോയിട്ട് ഇനി ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗഫലിനെ പറ്റിയിട്ട് കുറേ ആളുകൾ ഇല്ലാത്ത തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പലതരത്തിലുള്ള തമ്പലൈൻ ഇട്ട് നൗഫലിൻ്റെ ഉപ്പയുടെ മരണത്തിൻ്റെ കാരണം ഇതാണ്, അല്ലെങ്കിൽ നൗഫലിൻ്റെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള തമ്പലൈൻ ഇട്ടിട്ട് പല ആളുകളും വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നി. കാരണം ഞാനും നമ്മളിങ്ങനെ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്ന കാരണം അതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോസ് ചെയ്യുന്നത്. ഇനി നൗഫൽ ആരാണ് എന്നറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ചുരുക്കി പറയാം. ഉമ്മയും മകനും എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്. അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നൗഫലിൻ്റെ ഫാമിലിയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. ആദ്യം ഈ നൗഫൽ ഒരു ടിക്ടോക്ക് വീഡിയോസൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ കൂലിപ്പണി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാണിച്ചിട്ട്, കൂലിപ്പണിയിൽ നൗഫൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് മുന്നിൽ എത്തിച്ചിട്ട് ഓരോ പാട്ടുകളൊക്കെ പാടി അങ്ങനെയായിരുന്നു നൗഫൽ നമ്മൾ ടിക്ടോക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ടിക്ടോക്ക് കണ്ടിട്ടുള്ള ആളുകളാണ് അറിയാം. പിന്നെ അത് മാത്രമല്ല, നൗഫലിൻ്റെ ചിരി ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ളായിരുന്നു കേട്ടോ. നൗഫലിൻ്റെ ചിരി ആ ടൈമിലൊക്കെ ഞാൻ ടിക്ടോക്ക് കാണുന്ന ടൈമിൽ നൗഫലിൻ്റെ വീഡിയോസ് ഇരുന്ന് കാണുന്ന ആളായിരുന്നു. കാരണം എന്ത് പ്രശ്നത്തെയും നൗഫൽ ഒരു ചിരിയിലൂടെയാണ് നേരിടുക. ഒരു ചിരി കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നൗഫലിൻ്റെ ഒരു ഫാനായിട്ട് മാറും. എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ ആ വ്യക്തി ചിരിച്ചുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും നേരിടുക. ആ ഒരു ടൈമിലൊക്കെ നൗഫലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ നൗഫൽ ഒരാളാണ് ആ കുടുംബത്തിൻ്റെ അത്താണി എന്ന് പറയുന്നത്. പിന്നീടാണ് ഈ നമ്മുടെ ടിക്ടോക്കൊക്കെ നിർത്തിയതിന് ശേഷം നൗഫൽ യൂട്യൂബിലേക്ക് വന്നു. അങ്ങനെ യൂട്യൂബിൽ ഉമ്മയും മകനും എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അത്യാവശ്യം റീച്ച് ആവൽ തുടങ്ങി. തുടക്ക ടൈമിലൊന്നും വലിയ വ്യൂസ് ഇല്ലെങ്കിലും പിന്നെ റീച്ച് ആവൽ തുടങ്ങി. അങ്ങനെ അവരുടെ ഫാമിലി ലൈഫ് സ്റ്റൈല് അത്തരത്തിലുള്ള വീഡിയോസാണ് ഇട്ടിരുന്നത്. നൗഫലിൻ്റെ രണ്ട് പെങ്ങന്മാരുണ്ട്. പക്ഷേ അതിലൊരു പെങ്ങളെയാണ് നമുക്ക് ഏറെക്കുറെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക, ചക്കര എന്ന് പറയുന്നത്. അവർ കുട്ടിയുടെ കല്യാണം ഇപ്പം അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൗഫലിനെ കുറ്റം പറയുന്ന ആളുകൾ കുറേ ഉണ്ട് കേട്ടോ ഇപ്പോഴും. കാരണം ആ പെങ്ങളുടെ കല്യാണം തൊട്ടിട്ട് പിന്നീട് നൗഫൽ അതിലേക്ക് എന്താ പറയുക, നമ്മുടെ യൂട്യൂബിലേക്ക് കയറിയ ഒരു ടൈം തൊട്ടിട്ട് എല്ലാത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ, വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനെ കുറിച്ചുള്ള വീഡിയോ, നൗഫലിൻ്റെ കല്യാണം, പെങ്ങളെ വീഡിയോ, ഉപ്പ മരണപ്പെടുന്നത് വരെയുള്ള ഉപ്പയുടെ അസുഖത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് മുന്നിൽ എത്തിച്ചു തരാറുണ്ട്. അപ്പോൾ കുറേ ആളുകൾ നൗഫലിനെ ബാഡായിട്ട് കമൻറ്റ് ഇടാറുണ്ട്. കാരണം ഇതൊക്കെ എന്തിനാണ് കമൻറ്റ് കാണിക്കുന്നത്, നിങ്ങളുടെ ലൈഫല്ലേ, അതൊക്കെ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ഇടുന്ന ആളുകളുടെ എന്താ പറയുക, ആളുകൾ അറിയേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ, ഈ നൗഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മകനായിട്ട്, അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ട്, അല്ലെങ്കിൽ ഒരു സഹോദരനായിട്ടൊക്കെ ജീവിതത്തിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ബാഡായിട്ട് കമൻറ്റ് ഇടുന്ന ആളുകൾ, നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീടിന് വേണ്ടി ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പറപ്പുകൾക്കായാലും നിങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കായിട്ടൊക്കെ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. ഈ നൗഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ സഹോദരിയുടെ കല്യാണം നടത്തി. ആ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സഹോദരനും നടത്താൻ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായിട്ട് ആ ഒരു പെങ്ങളെ കല്യാണം തനിച്ച് നിന്ന് നൗഫൽ നടത്തി അല്ലേ. ആ ഒരു കല്യാണത്തിന് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട ആളുകൾക്കാണെങ്കിൽ മനസ്സിലാവും അത്രയും ആർഭാടായിട്ട് തന്നെക്കൊണ്ട് എന്താണ് തൻ്റെ പെങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എല്ലാ തരത്തിലും നിന്നിട്ട് ആ ഒരു കല്യാണം വളരെ ഭംഗിയായിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നു നൗഫൽ. ആ ഒരു സഹോദരൻ എന്ന നിലയിൽ ജീവിതത്തിൽ ജയിച്ച് നിൽക്കുകയാണ് നമ്മുടെ നൗഫൽ എന്ന് പറയുന്ന വ്യക്തി. അതുമാത്രമല്ല, തൻ്റെ ഉമ്മയെ നോക്കുന്ന കാര്യത്തിലായാലും, തൻ്റെ ഭാര്യ, അതിനിടയിൽ നൗഫൽ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, തൻ്റെ ഭാര്യയും, അവരെല്ലാവരെയും ഒരേ ലെവലിലാണ് നമ്മുടെ നൗഫൽ കൊണ്ടുപോയിരുന്നത്. പിന്നെ അതുകൂടാതെ നൗഫലിൻ്റെ വീടിൻ്റെ പണി നടത്തുന്നുണ്ടായിരുന്നു. നൗഫലിൻ്റെ ആദ്യത്തെ വീട് കണ്ടാൽ ഒരു നല്ല കുഞ്ഞു വീടായിരുന്നു കേട്ടോ ടിക്ടോക്കൊക്കെ തുടങ്ങിയ സമയത്ത്. പിന്നീട് നൗഫൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനമൊക്കെ കിട്ടിയിട്ട് വീടൊക്കെ നല്ല രീതിയിൽ പണിതിട്ടുണ്ടായിരുന്നു.
പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ പുതിയൊരു വീടിന് പണി നടക്കുമായിരുന്നു. അപ്പോൾ നൗഫലിൻ്റെ ഉപ്പാക്ക് അതിനിടയിലാണ് വയ്യാതായത്. അപ്പോൾ ആ ഒരു ടൈം തൊട്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നൗഫൽ യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഉപ്പാക്ക് പറ്റിയ കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്, റിസൾട്ട് കാര്യങ്ങൾ ഒക്കെ തന്നെ കാണിച്ചിട്ട് യൂട്യൂബിൽ നൗഫൽ ഇടുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ആളുകൾ വളരെ ബാഡായിട്ടാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത്. അതുപോലെ ഈ ചക്കരയുടെ നൗഫലിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ ഉപ്പ ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ടൈമിൽ നിന്നിട്ടൊക്കെ ഇവർ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ടൈമിലും അതൊക്കെ കല്യാണക്കത്ത് ഇവർ ഈ ചക്കരയുടെ കല്യാണക്കത്ത് കവറിലാക്കുന്ന വരെയുള്ള വീഡിയോസൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആളുകൾ ബാഡായിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. കാരണം ഹോസ്പിറ്റലാണ്, എന്നാലും വീഡിയോ എടുക്കണമെന്ന് കുറവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടാണ് നൗഫൽ ഇപ്പോൾ അവരുടെ കല്യാണം, പെങ്ങളുടെ കല്യാണം അടിപൊളിയായിട്ട് നടത്തുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോസ് ഇടൽ നൗഫലിൻ്റെ ഒരു കടമയും കൂടിയാണ്. അപ്പോൾ അത് ചെയ്തിട്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് വേണം നൗഫൽ ആഗ്രഹിക്കുന്ന പോലെ നൗഫലിൻ്റെ പെങ്ങളെ കല്യാണം നല്ല അടിപൊളിയായിട്ട് നടത്താൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നൗഫൽ മറ്റ് ബാഡ് കമൻസ് ഒന്നും കാര്യമാക്കാതെ വീഡിയോസ് ഇട്ടുകൊണ്ട് വന്നിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നൗഫലിൻ്റെ ഉപ്പാക്ക് വയ്യാതായ കാര്യം, വലിയ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന ഒരു ഉപ്പൊന്നുമല്ല കേട്ടോ, പെട്ടെന്ന് വെച്ചിട്ടാണ് ഉപ്പാക്ക് വയ്യാതായത്. അതിനിടയിൽ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു ഒരാവശ്യമായിട്ട്. അപ്പോൾ ഞാൻ നൗഫലിൻ്റെ പെങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ചക്കരയുടെ ഹസ്ബൻഡിനെയും കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവരെ കണ്ടത്. ഭയങ്കര മുഖമൊക്കെ വാടി. ഈ ചക്കരയെ ഞാൻ അതിന് മുന്നേ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അന്ന് അവർ കണ്ടു. ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഈ ചക്കരയെ കണ്ടു. ചക്കരയും ചക്കരൻ്റെ ഹസ്ബൻഡിനെയും കണ്ടു. വളരെ ദയനീയമായിട്ടുള്ള ഒരു മുഖമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഉപ്പാക്ക് വയ്യായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചക്കര പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്താണെന്ന് തോന്നുന്നു മാറ്റുന്ന ഒരു ടൈമായിരുന്നു തോന്നുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് പെട്ടെന്ന് മാറ്റി. അങ്ങനെയായിരുന്നു. പിന്നീട് പെട്ടെന്ന് ഉപ്പ മരണപ്പെടുകയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പിന്നീട് ആ മരണപ്പെട്ടതിന് ശേഷമാണ് കുറേ യൂട്യൂബേഴ്സ് ഇതെടുത്തിട്ട് വീഡിയോ ആക്കൽ തുടങ്ങിയിട്ട് അതിന് പിന്നിലുള്ള കാരണം ഇതാണ് അവർ കുടുംബ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള വീഡിയോസ് ഇങ്ങനെ ഇടൽ തുടങ്ങി. ഇപ്പോൾ എന്താ പറയുക, നൗഫൽ ഉപ്പ മരിച്ചതിന് ശേഷം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ അതിൽ വന്നിട്ടുണ്ടായിരുന്നു ബാഡ് കമൻസ്. അപ്പോൾ നൗഫൽ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്, നൗഫൽ ഇപ്പോൾ വീട് വെക്കുന്ന കാര്യമായാലും ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഇപ്പോഴും നൗഫൽ നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം തന്നെയാണ് ഇപ്പോഴും നൗഫലിൻ്റെ ഒരു ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ബാഡായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ ചെയ്യുന്നത്, അവരുടെ ഓരോ കുടുംബത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെയാണ് ഇവർ ഇടുന്നത്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കാണുക, ഇല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവുക. അവരെ മോശമായിട്ട് കമൻറ്റ് ഇടാനോ ഒന്നും തന്നെ നിങ്ങൾ നിൽക്കരുത്. കാരണം അവരുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ആദ്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. നൗഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാ നിലയിലും വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് സ്വത്തോ സമ്പാദ്യം ഒന്നും ഉണ്ടാക്കിയ നിലയിലല്ല, ഒരു സഹോദരനായിട്ട്, ഒരു മകനായിട്ട്, ഒരു ഭർത്താവായിട്ടൊക്കെ വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നൗഫൽ എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തിയെ പോയിട്ട് നമുക്ക് ആർക്കും അപമാനിക്കാനോ ബാഡായിട്ട് കമൻറ്റ് ഇടാനൊന്നും, നമ്മൾ നമ്മുടെ യോഗ്യത ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്കതിന് മാത്രം എന്ത് യോഗ്യതയാണല്ലോ നമ്മളിങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെ ചിന്തിച്ചിട്ടിടാം. അതുപോലെ ഇത്തരത്തിലുള്ള എന്താ പറയുക തെറ്റായ രീതിയിൽ കംപ്ലൈൻറ്റ് ഇടുന്ന ആളുകൾ കൂടി ഒന്ന് ചിന്തിക്കുക അല്ലേ, നമ്മൾ പറയുന്ന കാര്യം ശരിയാണോ, നമ്മളിങ്ങനെ പറയാൻ പാടുണ്ടോ. അത് ആ കാണുന്ന ആളുകളെ, അല്ലെങ്കിൽ നൗഫൽ ഒരു പക്ഷേ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അത് എത്ര വേദനിപ്പിക്കുന്നുണ്ടാവും അല്ലേ, ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇടുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും.